ഹായ് ഹലോ. ഞങ്ങളിന്ന് രാവിലെ അമൃതാനന്ദ മഠത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ദർശനത്തിനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പ്രസാദം അവിടുത്തെ കിട്ടി. വളരെ ടേസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു. ചോറും പുളിശ്ശേരിയും സാമ്പാറും പിന്നെ സോയാബീൻ്റെ ഒരു കറിയും കൂടി കൂട്ടിയിട്ട് നല്ല രുചികരമായിട്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ദർശനത്തിന് തൊട്ട് മുമ്പായിട്ട് മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് ബീച്ചിൽ വെച്ചായിരുന്നു. അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ഭാഗ്യം ഉണ്ടായെന്ന് പറയുന്നത് ദർശനത്തിന് മുമ്പായിട്ട് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അമ്മ വരുന്ന ആ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് നിന്നിട്ട് കാണാൻ പറ്റി അമ്മേനെ. അത് കഴിഞ്ഞ് ദർശനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദർശനമൊക്കെ കിട്ടി. ഒരു 6 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങി അവിടെയെല്ലാം ഒന്ന് കറങ്ങി. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട്, അതായത് നമ്മൾ മഠത്തിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ആ ഫ്രണ്ടിൽ തന്നെ കാളിക്ഷേത്രമുണ്ട്. കാളിക്ഷേത്രത്തിൽ കയറി തൊഴുതു, പ്രാർത്ഥിച്ചു. കാശിക്കുട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ പോയത് ഞാനും അമ്മയും മോളും അമ്മാവിയും ബാവൂട്ടനും കാശൂട്ടനും ഒക്കെ കൂടിയായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ കോഫി ഷോപ്പുണ്ട്, അവിടെ കയറി കോഫിയും വടയും ഒക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ടെ മഹാലക്ഷ്മി കുട്ടിയുണ്ട് ഇവിടെ. മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ലച്ചൂട്ടീന്ന് വിളിച്ചു. ലക്ഷ്മിക്കുട്ടിയെ ഞങ്ങൾ ലച്ചൂട്ടിന്ന് വിളിച്ചു. അവൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മഠത്തിൽ കംപ്ലീറ്റ് ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇൻ്റർനാഷണൽ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റാറും ഡ്രീം ഒക്കെ അലങ്കരിച്ച് നല്ല രസമായിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ നല്ല വൈബ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് അത് കഴിഞ്ഞിട്ട് തിരികെ പോരാനായിട്ട് ഇറങ്ങി. അങ്ങനെ പാലത്തിൽ കൂടി കയറി ഇങ്ങനെ നടന്ന് തിരികെ കയറാനായിട്ട് വരുമ്പോഴതാണ്ട് 2 പട്ടിക്കുട്ടന്മാരിങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അതിനെ കണ്ടിട്ട് അമ്മയും കാശൂട്ടനും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പാലത്തിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരികെ ഇറങ്ങി താഴേക്ക് വന്നപ്പോഴായിരുന്നു രസം കേട്ടോ. താഴെ വന്നപ്പോൾ നമ്മളെയും കാത്തിട്ട് ഒരാളവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ദാണ്ടേ അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്തിരിക്കുന്ന ഒരു പപ്പിക്കുട്ടനാണ്. ഞങ്ങൾ അതിനെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരികെ പോരുന്നു. പക്ഷേ വളരെ സന്തോഷം തോന്നിയൊരു യാത്രയായിരുന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നി. ഇത്രയേ ഉള്ളേ.